ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എന്നെ ചിലപ്പോൾ കണ്ട് മറന്ന് കാണും. കാര്യം ഈ ചാനൽ തുടങ്ങിയിട്ടൊരു 2 വർഷത്തോളമായി. 2-3 വീഡിയോ ഇട്ടിട്ട് പോയ പോക്കാണ്. ഈ ചാനൽ കാണുമ്പോൾ എപ്പോഴും ഓർക്കും വീഡിയോ ഇടണം, പുതിയ വീഡിയോസ് വരണം. കാര്യം റിവ്യൂ ചെയ്യാനാണെങ്കിൽ ഒരു 100 സാധനങ്ങൾക്ക് മുകളിൽ, 100 പ്രൊഡക്ട്സിന് മുകളിൽ നമുക്ക് പല പ്രാവശ്യമായിട്ട് കിട്ടി. പക്ഷേ സമയവും ഡ്യൂട്ടി ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് റിവ്യൂ ചെയ്യാനുള്ളൊരു സാഹചര്യവും സന്ദർഭവും കിട്ടിയില്ല. അതുകൊണ്ട് റിവ്യൂ എല്ലാം മുടങ്ങി കിടക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടിയത്. എന്നാൽ ചെയ്ത് റിവ്യൂ ഇട്ട് പുതിയ വീഡിയോ ആയിട്ട് ചാനൽ അങ്ങ് ആക്റ്റീവ് ആക്കിയേക്കാം എന്ന് കരുതി. അപ്പോൾ ഞാനിപ്പോൾ ഹോണ്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. ഹോണ്ടയുടെ പ്രീമിയം സെഗ്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, ബൈക്സിൽ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് റീൽസ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കണം. അപ്പം ഇവിടെ മൈക്ക് യൂസ് ചെയ്യാതെ നമ്മുടെ ക്യാമറയുടെ മൈക്ക് വെച്ച് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ക്യാമറയുടെ മൈക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഫുള്ളി എപ്പോഴും ഷോറൂം ക്രൗഡഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭയങ്കര എക്സ്റ്റേണൽ നോയ്സ് ഭയങ്കരമായിട്ട് കേൾക്കും. അങ്ങനെ വീഡിയോസ് എടുക്കുന്നൊന്നും ക്ലിയർ ആകുന്നില്ല. രണ്ടാമത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് എഡിറ്റ് ചെയ്ത് കേൾക്കണം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കമ്പനിയിൽ നിന്നും പറഞ്ഞു പുതിയൊരു മൈക്ക് ഏതെങ്കിലും നോക്കുക, മേടിക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ മൈക്ക് മേടിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഞാൻ ആമസോണിലെത്തി. ആമസോണിൽ നിന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് വരുന്ന കൂട്ടത്തിൽ ഒരു പ്രോഡക്റ്റ് കണ്ടു. ആദ്യം നമ്മൾ വില കൂടിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വന്ന്, എന്നാൽ ബജറ്റ് മൈക്ക് ഓൾറെഡി ഒഫീഷ്യൽ യൂസിനായതുകൊണ്ട് നമ്മുടെ ബജറ്റ് നിൽക്കുന്ന മൈക്ക് നോക്കാമെന്നുള്ള നോക്കി വന്ന് അങ്ങനെ വരുന്ന സമയത്താണ് ലീകാറ്റോ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് കാണുന്നത്. ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കാൻ കാരണം ഒരു 4200-4300 പേരുള്ള റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് 4 വർഷം തൊട്ട് ഇങ്ങോട്ട് റിവ്യൂ ചെയ്തേക്കുന്ന ആൾക്കാരാണ്. എല്ലാം ഒരുവിധം നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂസും, അതുപോലെ പ്രൊഡക്റ്റ് കണ്ടാലാണെങ്കിൽ ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ഒരു പ്രൊഡക്റ്റ്. അതിനകത്ത് 2 മൈക്രോഫോണും ഒരു റിസീവറും ചാർജിങ് കേസും എല്ലാം അടക്കമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് 2142 രൂപയാണ് ഓഫർ പ്രൈസ്. MRP വരുന്നത് 7,999 ആണ് അതിൻ്റെ MRP അതിൽ ബോക്സിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ 2142 നമുക്ക് കിട്ടും എന്നുള്ള ഇതായപ്പോഴത്തേക്ക്, എന്നാൽ പിന്നെ റിട്ടേണും ഉണ്ട്, അത് എടുക്കാമെന്നുള്ളതിൽ ഞാനത് ഓർഡർ ചെയ്തു. സാധനം വന്നു. അപ്പോൾ സംഭവം വന്ന് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി, ആ ഒരു പ്രൈസിങ്ങിന് നല്ല ക്വാളിറ്റി, ബാക്കപ്പ് ആണെങ്കിലും ബാറ്ററി ബാക്കപ്പ് ആണെങ്കിലും ചാർജിങ് ആണെങ്കിലും കണക്ഷൻ ആണെങ്കിലും എല്ലാം കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്ത് അതങ്ങ് റിവ്യൂ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ തന്നെ ഇട്ട് ഐശ്വര്യമായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് കാണാം. ഒത്തിരി വലിച്ചു കിട്ടാം. ഞാനിപ്പോൾ ഈ കണക്ട് ചെയ്തേക്കുന്നത്, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ല ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഷോറൂമിനകത്തു നിന്നുള്ള വോയിസ് ആണ്. എന്നാൽ ഇപ്പോൾ കണക്ട് ചെയ്യുന്നത് ബോയയുടെ മൈക്കാണ്. ഇതും കമ്പനിയുടെ തന്നെയാണ്. 2 ഒരുമിച്ചാണ് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ റിവ്യൂ പുറകെ ഇടാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഈ ലീകാറ്റോയുടെ മൈക്കിൻ്റെ റിവ്യൂ ആണ്. ഈ കാണുന്നതാണ് സംഗതി, ലീകാറ്റോ വയർലെസ് മൈക്ക്. ഇതിനകത്ത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഐഫോൺ ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും 2 പോർട്ട് ഇതിൽ തന്നെ വരുന്നുണ്ട്. അപ്പുറം 2 പോർട്ടാണ് വരുന്നത്. അപ്പോൾ റിസീവർ ആണെങ്കിലും വേറെ നമ്മൾ കണക്ടർ അതിന് വേണ്ടി യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പ്ലഗ് ആൻഡ് പ്ലേ ആണ്. 20 മീറ്റേഴ്സ്, അറൗണ്ട് ഒരു 20 മീറ്റേഴ്സ് നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഓഡിയോ, ഒരു പ്രിസൈസ് ഓഡിയോ നമുക്ക് കിട്ടുന്നുണ്ട്. HD ഓഡിയോ നമുക്ക് കിട്ടുന്നുണ്ട്. ബോക്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ചാർജിങ് കേസ്, 2 ട്രാൻസ്മിറ്റർ, 2 മൈക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു കണക്ടർ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചാർജിങ് കേബിളും പിന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും. ഇത്രയും സംഭവങ്ങളാണ് അതിനകത്ത്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്താണ്. നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ പാക്ക് ചെയ്ത് വെച്ചു. ഇതാണ് നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് മൈക്ക്. നമുക്കിവിടെ മൈക്ക് കാണാം. മൈക്ക്, ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, പിന്നെ ഈ ചെറിയൊരു ബോക്സിനകത്ത് ഒരു C ടൈപ്പിൻ്റെ കേബിൾ. ഇത്രയേ ഉള്ളൂ. ബോക്സിൽ ഇത്ര സംഭവങ്ങളേ ഉള്ളൂ. അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള വേറെ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് നേരെ മൈക്കിൻ്റെ ഡിസ്ക്രിപ്ഷനിലോട്ട് കിടക്കാം. ഇതാണ് മൈക്ക്. അപ്പോൾ ഈ മൈക്കിനകത്ത് ഈ ബോക്സ് കാണാം. നമുക്ക് ഒരു മാറ്റ് ഫിനിഷ് വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, കണ്ടാൽ സ്റ്റാൻഡേർഡുള്ള ഒരു ബോക്സാണ്. അത് മാത്രമല്ല നല്ല ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റിയാണ്, അല്ല ചീപ്പ് ക്വാളിറ്റി ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം 2 സൈഡിലായിട്ട് 2 മൈക്കും ഈ നടുക്കൊരു റിസീവറുമാണ് വരുന്നത്. ഈ ബ്ലൂ 4 ലൈറ്റ് കത്തിക്കുന്ന പറഞ്ഞാൽ 80% മുകളിൽ ചാർജ് ഉണ്ട്. അതുപോലെ അകത്ത് ഇത് ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മൈക്രോഫോൺ ചാർജ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം ഒരു റെഡ് ലൈറ്റ് അവിടെ കത്തി നിൽക്കുന്നുണ്ട്. ഫുൾ ചാർജ് ആയി കഴിയുമ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ആവും.
പിന്നെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഇനി ഇതൊന്ന് എടുത്ത് കാണിക്കാം. അതെ, ഇതാണ് മൈക്ക് വരുന്നത്. ഇപ്പോൾ ഈ ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോഫോൺ ഓൺ ആണ്, എന്നാൽ കണക്റ്റഡ് അല്ല എന്ന് കാണിക്കുന്നതാണ് ഈ ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മൈക്രോഫോണിൻ്റെ റിസീവർ ഇവിടെയുണ്ട്. അതുപോലെ ഒരു ക്ലിപ്പ് ടൈപ്പാണ്, ഇതിന് മാഗ്നറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരുന്നില്ല, ക്ലിപ്പാണ് വരുന്നത്. ഇത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഗ്രീൻ ലൈറ്റ് സ്റ്റാറ്റിക് ആവും. അതിന് താഴെ ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ട്, അതും സ്റ്റാറ്റിക്കായിട്ട് കത്തി നിൽക്കും. ഈ ബ്ലൂ ലൈറ്റ് കത്തി നിൽക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഇത് ഓൺ ആക്കുന്ന സമയം തൊട്ട് അല്ലെങ്കിൽ എപ്പോൾ കണക്ട് ചെയ്യുന്നു ആ ടൈം മുതലേ ലെവൽ 1 നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആയിരിക്കും. ഇതിന് 3 ലെവലാണ് നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആയിട്ടുള്ളത്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ലെവൽ 1 എന്ന് പറയുന്നത് ഈ നമ്മുടെ ഒരു ഇൻഡോർ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ചെറിയ നോയ്സൊക്കെ ഉള്ളെങ്കിൽ ലെവൽ 1 ഇട്ടെടുക്കുക, ഒരു കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും. കുറച്ചുകൂടി ഒരു ക്രൗഡഡും കുറച്ചുകൂടെ സൗണ്ടും ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് അന്നേരം ലെവൽ 2 ഓൺ ആക്കാം. ഇനി എക്സ്റ്റേണൽ വീഡിയോസ്, അതായത് ഔട്ട്ഡോർ വീഡിയോസാണ് എടുക്കുന്നത്, ഭയങ്കര നോയ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലെവൽ 3 ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോഴേ ലെവൽ 3യുടെ ആവശ്യം വരുന്നുള്ളൂ എന്നെനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഇതാണ് ക്ലിപ്പ്. അതുപോലെ ഇതിൽ മൈക്കിൽ ഇപ്പം നമുക്ക് ഈ താഴെ കാണുന്ന 2 പിന്നെന്ന് പറഞ്ഞത് ബോക്സിൻ്റെ ചാർജിങ് പോയിൻറ്റ്സ് ആണ്. അതുപോലെ ഇപ്പോൾ ബോക്സ് ഇല്ല, നമ്മുടെ ഈ ക്യാരിയിങ് കേസ് ഇല്ല, ചാർജിങ് കേസ് ഇല്ല എന്നുണ്ടെങ്കിൽ സി ടൈപ്പ് പോർട്ട് അവൈലബിൾ ആണ്. ഇതിൽ കണക്ട് ചെയ്ത് തന്നെ നമുക്ക് മൈക്ക് ചാർജ് ചെയ്യാം, 2 മൈക്കും ചാർജ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഈ കണക്ടറിൽ ഇപ്പോൾ കാണിച്ചു തരാം. മൈക്കാണെങ്കിൽ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്, ചീപ്പ് ക്വാളിറ്റി ആണെന്നൊന്നും പറയത്തില്ല, കാര്യം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇതാണ് റിസീവറിൽ ഒരു സൈഡിൽ ലൈറ്റ്നിങ് പോർട്ടും മറ്റേ സൈഡിൽ സി ടൈപ്പും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡിലും ആപ്പിളിലും കണക്ട് ചെയ്യാൻ നമുക്ക് വേറെ കണക്ടർ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതുപോലെ ഇവിടെ ഒരു സി ടൈപ്പ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്യാമറയുമായിട്ടോ അല്ലെങ്കിൽ ഫോണുമായിട്ടോ കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഫോണിൻ്റെ ക്യാമറയുടെയോ ബാറ്ററി ഡൗൺ ആയി പോവുകയാണെങ്കിൽ ആ ടൈമിൽ നമുക്ക് കേബിൾ ഡയറക്റ്റ് ഇവിടെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡിസ്കണക്ട് ചെയ്യാതെ, അതായത് മൈക്ക് ഡിസ്കണക്ട് ചെയ്യാതെ തന്നെ ഫോൺ ചാർജ് ആകാൻ തുടങ്ങും, അല്ലെങ്കിൽ ക്യാമറ ചാർജ് ആകാൻ തുടങ്ങും. അതൊരു നല്ല പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. കാര്യം നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസീവർ സംഭവം. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. താഴെ ഒരു നമ്മുടെ BIS വരുന്നുണ്ട്. അതുപോലെ ചാർജിങ് പോർട്ട്, സി ടൈപ്പ് ചാർജിങ് പോർട്ട് ഈ ബോക്സിന് താഴെ വരുന്നുണ്ട്. ചാർജിങ് ടൈം എന്ന് പറയുന്നത് ഒരു 0-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ചാർജ് ആകുന്നുണ്ട്. ബാക്കപ്പ് ഇൻഡിവിജ്വൽ മൈക്കിന് പറയുന്ന ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിവിജ്വൽ മൈക്കിന് 90 mAh ബാറ്ററിയും ബോക്സിന് 600 mAh ബാറ്ററിയുമാണ് കൊടുത്തേക്കുന്നത്. 90 mAh ബാറ്ററി വെച്ചിട്ട് കമ്പനി ക്ലെയിം ചെയ്യുന്നത് പറഞ്ഞാൽ 8 to 10 hours, ഒരു 5 hours മുകളിൽ കിട്ടിയാൽ ഡീസൻ്റാണ്. ഇനിയും വിത്ത് ബോക്സ് 48 hours ആണ് ബാക്കപ്പ് പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലത്. ഇനി ഒരു 30+ കിട്ടുന്നുണ്ടെങ്കിൽ ഡീസൻ്റാണ്. ആ ഒരു പ്രൈസിങ് 2100 rupeesന് മോർ ദാൻ ഇനഫ് എന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഇനി നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോയയാണ്. ബോയയിൽ 1 ലെവൽ, അതായത് ലെവൽ 1 നോയ്സ് ക്യാൻസലേഷൻ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഓൾറെഡി ആക്റ്റീവാണ്. ഇപ്പോൾ ഞാൻ ഇത് ഡിസ്കണക്ട് ചെയ്യുവാണ്. അതിനുശേഷം ക്യാമറയിൽ നിന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്യും. അപ്പോൾ ആ നോയ്സ് നിങ്ങൾക്ക് കേൾക്കാം. അതിനുശേഷം ഞാൻ ലീക്കാറ്റോടെ മൈക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഉള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബോയയാണ്. ഇനി ഞാൻ ഈ ബോയയുടെ മൈക്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് ക്യാമറയുടെ സൗണ്ട് കേൾപ്പിക്കാം. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ DJI Action 2 ക്യാമറയുടെ മൈക്രോഫോണിൽ നിന്ന്. അതിന് 4 മൈക്രോഫോണാണുള്ളത്, വിത്ത് നോയ്സ് ക്യാൻസലേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ഈ ചുറ്റുമുള്ള സൗണ്ട് മുഴുവൻ നിങ്ങൾക്ക് ഇതിലൂടെ കേൾക്കാൻ പറ്റും. കാരണം നമ്മളിവിടെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു, നോയ്സ് ക്യാൻസലേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു വല്ലാത്ത രീതിയിൽ ചുറ്റുമുള്ള സൗണ്ട് മുഴുവൻ ഇത് ഗ്രാസ്പ് ചെയ്യും. അത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ അത് ഭയങ്കരമായിട്ട് കേൾക്കാൻ പറ്റുകയും ചെയ്യും. നമ്മുടെ സൗണ്ടിനെക്കാട്ടി കൂടുതൽ ചുറ്റുമുള്ള സൗണ്ടായിരിക്കും. ഇനി ഞാൻ നമ്മുടെ ലീക്കാറ്റോയുടെ മൈക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. മൈക്ക് എടുക്കുന്നു. മൈക്ക് എടുത്തിട്ട് ഓക്കെ, മൈക്ക് എടുത്തു. അതിനുശേഷം റിസീവർ എടുത്തിട്ട് ഞാനിപ്പോൾ ക്യാമറയിലോട്ട് കണക്ട് ചെയ്യുവാണ്. കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും.
കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് ലീക്കാറ്റോയുടെ മൈക്കിൽ കൂടെ ഉള്ള സൗണ്ടാണ്. ഇതിൽ ഇപ്പോൾ ലെവൽ 1 നോയ്സ് ക്യാൻസലേഷൻ ഓൾറെഡി ഡീഫോൾട്ടായിട്ട് ആക്ടിവേറ്റ് ആണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുന്ന സൗണ്ടിൽ മനസ്സിലാവും. ഇനി ഞാൻ ഇതിലിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ ആക്ടിവേറ്റ് ഇപ്പോൾ ആക്റ്റീവ് ആണ്. അത് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള സൗണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം നോയ്സ് ക്യാൻസലേഷൻ ഡീആക്ടിവേറ്റഡ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഗ്രീൻ ലൈറ്റ് മാത്രമേ കത്തിയിട്ടുള്ളൂ. അത് ഞാൻ മറ്റേ മൈക്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് മാത്രമേ ഉള്ളൂ. നോയ്സ് ക്യാൻസലേഷൻ ഡീആക്ടിവേറ്റഡ് ആണ്, ഓഫാണ്. ഇനി ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ എഗെയിൻ നോയ്സ് ക്യാൻസലേഷൻ ലെവൽ 1 ഇപ്പോൾ ആക്റ്റീവാണ്. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ലെവൽ 1 ആണ് ആക്റ്റീവായിട്ടുള്ളത്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇനി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ നോയ്സ് കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ലെവൽ 2 നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവാണ്. നിങ്ങൾ അത് എങ്ങനെ നമുക്കറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നോയ്സ് ക്യാൻസലേഷൻ ഓരോ ലെവൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴും ആ ഒരു ഇതിൽ ഈ ലൈറ്റ് ബ്ലിങ്ക് ആവും. അതായത് ബ്ലൂ ലൈറ്റ് ലെവൽ 2 ആകുമ്പോൾ 2 പ്രാവശ്യം ബ്ലിങ്ക് ആവും, ലെവൽ 3 ആകുമ്പോൾ 3 പ്രാവശ്യം ബ്ലിങ്ക് ആവും. ഇപ്പോൾ ഒന്നുകൂടെ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുള്ളത് ലെവൽ 3 നോയ്സ് ക്യാൻസലേഷൻ ആണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു എൻവയോൺമെൻറ്റിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ലെവൽ 3യുടെ ആവശ്യം നമുക്ക് വരുന്നില്ല. ലെവൽ 1 മാക്സിമം ലെവൽ 2ൻ്റെ ആവശ്യമേ നമുക്ക് വരുന്നുള്ളൂ. ലെവൽ 3 നമുക്ക് വെളിയിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള നോയ്സ് ആണെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ ലെവൽ 1 ലെവൽ 2 ഇനഫാണ്. അപ്പോൾ ഇത്രയാണ് മൈക്കിൻ്റെ ഓപ്പറേഷൻ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനിയും നിങ്ങൾക്ക് മറ്റേ മൈക്കിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്തൂടെ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇതാ ഈ മൈക്ക് നമ്മൾ പുറത്തെടുത്ത് അപ്പോൾ തന്നെ ക്യാമറയായിട്ട് കണക്റ്റ് ആവും. കാരണം റിസീവർ ഓൾറെഡി കണക്റ്റഡ് ആയതുകൊണ്ട്. ആ റിസീവറിൽ 2 ലൈറ്റ് ഉണ്ട്. ഏതാണ് കണക്റ്റ് അയക്കുന്നുള്ളത് അതിൽ ആ സൈഡിൽ ലൈറ്റ് മാത്രം കത്തും. ഇപ്പം ഇത് ഓൺ അയക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ 1 നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവാണ്. ഈ സൈഡിൽ 2 ബട്ടൺ ഉണ്ട്, ഒരു ബ്ലാക്കും ഒരു യെല്ലോയും. ഈ യെല്ലോ ബട്ടൺ എന്ന് പറയുന്നത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ്റെയും മറ്റേത് പവർ ബട്ടണുമാണ്. ഈ യെല്ലോ ഇതിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 2 പ്രാവശ്യം ലൈറ്റ് ബ്ലിങ്ക് ആയിട്ടുണ്ട്. ലെവൽ 2 നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ലെവൽ 3 നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവാണ്. അഗെയിൻ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നോയ്സ് ക്യാൻസലേഷൻ ഓഫാണ്. ഇതാണ് ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. റിവ്യൂ ടൈക്കൂൺ സൈനിങ് ഓഫ്. താങ്ക് യു.